ഹരിപ്പാട് എത്തുന്നത് വരെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ കാത്തുനിന്ന ജനങ്ങളുടെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം VS ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് പൊതു സമൂഹത്തിൻ്റെ ഇടപെടലില്ല എങ്കിൽ പോലും അതിനുശേഷം ജനിച്ച കുട്ടികൾ പോലും അല്ലെങ്കിൽ VSനെ അറിയില്ല എന്ന് പൊതുസമൂഹത്തിലെ ചില ആളുകൾ വിലയിരുത്തുന്ന ആ തരത്തിലുള്ള ആളുകൾ പോലും കൂടി നിന്ന് രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ജനങ്ങളും സ്ത്രീകളും ഒക്കെ തന്നെ വന്ന് VSന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു, ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിൽക്കുന്നു. അപ്പം VS എത്തരത്തിലാണ് ഈ സമൂഹത്തിൽ അടയാളപ്പെട്ടിട്ടുള്ളത്, എത്രത്തോളമാണ് ആ VS എന്നുള്ള ആ മഹാമേരുവിന്റെ വേര് ഈ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച ഈ കേരള സമൂഹത്തിലുള്ളതാണ്. നമ്മൾ ജെൻസി കിഡ്സ് എന്ന് പറയുന്ന ആ മനുഷ്യർക്ക് VSനെ അറിയില്ല എന്നുള്ളത് നമ്മൾ കരുതിയിട്ടുണ്ടാവുക. പക്ഷെ അവർക്ക് നന്നായി അറിയാം. അവർ VSനെ കേവലം അറിയുന്നതല്ല, VSന്റെ രാഷ്ട്രീയം നന്നായി ബോധ്യപ്പെട്ടവരാണ്. അതെങ്ങനെയാണ് അത്ഭുതമായി തോന്നിയത്? സ്വാഭാവികമായിട്ടും ഈ ജെൻസി കുട്ടികളുടെ ഒരു രാഷ്ട്രീയത്തെ നമ്മൾ വില കുറച്ച് കാണുന്നതിന്റെ ഭാഗമാണ്. അത്തരത്തിലൊരു വില കുറച്ച് ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഒരു ഇടപെടലുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് ഉണർന്ന് പ്രവർത്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും VS സഖാവിന്റെ ഭൗതിക ശരീരം വെച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകളൊക്കെ തന്നെ പുന്നപ്ര എന്താണെന്ന് പഠിക്കും, വയലാർ എന്താണെന്ന് പഠിക്കും, പൊതുസമൂഹ കർഷക തൊഴിലാളികളുടെ കൂലി വർധനവ് അല്ലെങ്കിൽ അവരുടെ നേരിട്ട യാതനകളെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഒരു ചരിത്രം കൂടി ഇതിന്റെ കൂടെ വായിച്ചെടുക്കപ്പെടുകയാണ്. അപ്പോൾ VS സഖാവിന്റെ ഒരു ഭൗതിക ശരീരം കേവലം ഒരു ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ഒരു വിലാപയാത്ര മാത്രമല്ല, അത് ചരിത്രത്തിന്റെ ഒരു അധ്യായം കൂടി പുതിയ സമൂഹത്തിലേക്ക് എഴുതി ചേർക്കപ്പെടുകയും പുതിയ ആളുകൾക്ക് നേരിൽ ചരിത്രത്തെ കാണുവാനും ആ ചരിത്രത്തെ വായിച്ചെടുക്കുവാനും വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഈ VSന്റെ ജീവിതം അടയാളപ്പെട്ടിട്ടുള്ളത്. അത് മരണപ്പെട്ടതിന് ശേഷവും എത്രത്തോളമാണ് VS സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിനീഷ്, ദർബാർ ഹാളിൽ തുടങ്ങിയത് ഇതുവരെയുണ്ട്. ഉറങ്ങാത്ത നൂറുകണക്കിന് പ്രവർത്തകരുടെ കൂട്ടത്തിൽ ബിനീഷ് കൊടിയേരി അടക്കമുള്ളവരുമുണ്ട്. ഇങ്ങോട്ടേക്ക് ഇപ്പോഴും ഓരോ മിനിറ്റെന്നോണം കൂടുതൽ ആളുകൾ ഈ ക്യൂവിലേക്ക്, ഈ വരിയിലേക്ക്, ഈ നിരയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ വീടിന് പുന്നപ്ര വയലാറിന്റെ സമയത്വത്തിലൊക്കെ വലിയ പങ്കുള്ള ഒരു വീടാണ് ഈ വീട്. പുന്നപ്ര വയലാറിൽ ഈ പറയുന്ന ക്യാമ്പായി പ്രവർത്തിച്ച അല്ലെങ്കിൽ വാരിക്കുന്തങ്ങൾ ഉണ്ടാക്കാൻ ഒരു ക്യാമ്പായിട്ടൊക്കെ നിന്ന ഒരു വീട് കൂടിയാണ്. ഇത് കേവലം ഒരു VSന്റെ വീട് എന്നതിലപ്പുറം ചരിത്രപരമായ പശ്ചാത്തലമുള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. ഈ വീട്ടിലാണ് ഒരുപക്ഷെ സർസിപ്പിയുടെ കൂലിപ്പട്ടാളത്തിനെതിരായ പോരാട്ട ഭൂമിക്ക് സമരഭടന്മാർക്ക് ആ വാരിക്കുന്തങ്ങൾ തയ്യാറാക്കി നൽകാനും ആ പരിശീലനത്തിലൊക്കെ ക്യാമ്പുകളിൽ ഒന്ന് പ്രവർത്തിച്ചിരുന്നത് ഈ വീട്ടിലാണ്. അതുകൊണ്ട് ആ സമരവുമായി, ആ വലിയ പോരാട്ടവീര്യവുമായി നേർക്കുനേർ ബന്ധമുള്ള ഒരു വീട് കൂടിയാണിത്. VS ജനിച്ച വീടിന്റെ വീട് വിലന്തറത്തറയിൽ നിന്നാണെങ്കിൽ ഇത് വാങ്ങിയ വീടാണ് എന്നാണ്. അതിനുശേഷം ഇവിടേക്ക് താമസം മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ കേവലം VS അച്യുതാനന്ദന്റെ ഒരു ഔദ്യോഗിക വസതി എന്നതിനപ്പുറം ഇത് സമര പോരാട്ടങ്ങളുമായി നേർക്കുനേർ നേരിട്ട് ബന്ധമുള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്ന ഇതിനകത്ത് ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയുന്നതിന് പരമാവധി ഒരുക്കുന്നുണ്ട്, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആളുകൾ കൂട്ടമായി ആയിരക്കണക്കിനായി ജനസഞ്ചയം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏത് രീതിയിലാണ് ഈ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാവുക എന്ന കാര്യം നമുക്കറിയില്ല.